ബിൻസിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് വേറെ പാത്രമുള്ള കുർത്തിയുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് പാറ്റേൺ അതിന്റെ കളർ ചേഞ്ചസും ഉണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസും നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. നമ്മുടെ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ആ നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമയങ്ങളെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടൺ ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. അതും ഇതിന്റെ കളറാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡറിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലാവൻഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രൈറ്റ്നെസ് കൂടിയ ലാവൻഡർ അല്ല, എന്നാൽ കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ലാവൻഡർ ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. ഇതിൻ്റെ അത് ഫുള്ളായിട്ട് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. അതും സെൽഫ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നെക്ക് വരുമ്പോഴത്തേക്കും സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഓപ്പോഷനിൽ ഒരു വി പാച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ബോട്ടത്തിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 പീസ് സെറ്റ് ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെയും ബോട്ടത്തിന്റെയും കളർ പ്രിന്റ് ആണ് നമ്മുടെ ഈ ഓപ്പോഷനിൽ ഒരു വി പാച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിന്റ് കുറച്ചുകൂടി ഡിഫറെന്റ് ആട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലീറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലും നമ്മുടെ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞു പടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ദുപ്പട്ടയാണെങ്കിലും ബോട്ടം ആണെങ്കിലും വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ടാണ്. ഓരോന്നിന്റെയും ക്ലോസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കളറാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കളറാണ്. ഇതാണ് നെക്ക് വരുമ്പോഴത്തേക്കും സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇങ്ങനെ വരും. നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഓഫീസ് വെയറായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. ഇതുപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം മെറ്റീരിയൽ പ്യുവർ കോട്ടണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. വേസ്റ്റ് ലൈൻ ഇതുപോലെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൂസ് ഫിറ്റ് കൺസെപ്റ്റിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ബോട്ടം ലെങ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബോട്ടം എപ്പോഴും ഒരു 39 ഇഞ്ചോളം ലെങ്ത്തിലാണ് ബോട്ടം വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു സിക്സാഗിൻ്റെ ഒക്കെ പാറ്റേണിൽ ഒരു വേവി ഡിസൈൻ പോലത്തെ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യാം, അതല്ല 1 സൈഡിലേക്ക് വെയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൽ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഇത് റോയൽ ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂവിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള തെളിഞ്ഞൊരു ബ്ലൂ ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. നെക്ക് വരുമ്പോൾ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഒരു വി പാറ്റേൺ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഇതുപോലെ കുഞ്ഞ് സ്പോഞ്ച് ബോൾസിന്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ബോട്ടം ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ബോട്ടം ആണ് വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തിലൊക്കെയാണ് ദുപ്പട്ട വരുന്നത്. ഇതുപോലെയാണ്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതുപോലെ വരും. ബോട്ടത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഒരു ലീഫ് പ്രിന്റിന്റെ രീതിയിലാണ് ഈ ബോഡിയിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് വന്നിരിക്കുന്നത്. ഒരു ലീഫ് പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് ഈ ദുപ്പട്ട എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പാകത്തിനാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150.
അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിസ്ത ഗ്രീനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഒരുപാട് ലൈറ്റും അല്ല എന്നാൽ ഒരുപാട് ബ്രൈറ്റും ആയിട്ടും അല്ലാത്തൊരു കളറാണ്. ഒരു മീഡിയം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അതും വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നെക്കൊക്കെ ആണെങ്കിൽ ആ സ്ക്വയറിന് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ പാത്രമുള്ളതാണ്. ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ട നമുക്ക് വൺ സൈഡിലേക്കോ ടു സൈഡ്സിലേക്കോ എങ്ങനെ വേണമെങ്കിലും വേറെ പാത്രമായിട്ട് അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ബോട്ടം ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 38-39 ആ ഒരു ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1150. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ലിനൻ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കുർത്തിയാണ്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേ പോയിന്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ബോർഡ് നെക്കാണ് വന്നിരിക്കുന്നത്. കുറച്ച് കേർ നിൽക്കുന്ന നെക്കാണ് കേട്ടോ. നെക്ക് ലൈൻ പറയുമ്പോൾ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറി ആണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വൈറ്റും ഗ്രീനും കളർ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഈ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇതുപോലെ വരും കേട്ടോ. ഈ നെക്കിലെ വർക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കുർത്തിക്ക് ഒരു 48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 830. ഇത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റും അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേൺ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യട്ടോ. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യട്ടെ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേണം മെസ്സേജ് ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് മെസ്സേജ് ചെയ്യട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.